കൃഷ്ണപിള്ള സ്മാരകം തകർത്ത സംഭവം ആവശ്യമെങ്കിൽ CPIM സംസ്ഥാന സമിതി വീണ്ടും പരിശോധിക്കുമെന്ന് പിണറായി വിജയൻ. ആലപ്പുഴയിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടക്കുന്നുവെന്നും പിണറായി വിജയൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ രാജി എന്നത് സോളാർ സമരത്തിന്റെ രാഷ്ട്രീയ മുദ്രാവാക്യമാണെന്നും പിണറായി വിജയൻ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. മാണിയെ പിടിക്കാൻ ഒരു മാന്ത്രിക കുടവും CPIM ഉപയോഗിച്ചിട്ടില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. 2 മണിക്കൂർ നീണ്ട മറുപടി പ്രസംഗത്തിൽ വളരെ ചുരുങ്ങിയ വാക്കുകളാണ് കൃഷ്ണപിള്ള സ്മാരക വിവാദത്തെക്കുറിച്ച് പിണറായി പരാമർശിച്ചത്. ആവശ്യമെങ്കിൽ വിഷയം വീണ്ടും പരിശോധിച്ച് പാർട്ടി തീരുമാനമെടുക്കുമെന്നായിരുന്നു പിണറായിയുടെ മറുപടി. എന്നാൽ ആലപ്പുഴയിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടക്കുന്നു എന്ന ശക്തമായ വിമർശനം പിണറായി ഉയർത്തി. തെറ്റായ പ്രവണതയാണ് ആലപ്പുഴയിലിത്. ഇങ്ങനെ പോകുന്നത് ഗുണകരമല്ലെന്ന മുന്നറിയിപ്പും പിണറായി നൽകി. സമരങ്ങൾ വിജയിച്ചില്ലെന്ന വിമർശനത്തിനും പിണറായി അക്കമിട്ട് മറുപടി നൽകി. മുഖ്യമന്ത്രിയുടെ രാജി എന്നത് സോളാർ സമരത്തിന്റെ രാഷ്ട്രീയ മുദ്രാവാക്യമായിരുന്നു. ലക്ഷ്യം നേടാൻ ദുഷ്കരമായ മുദ്രാവാക്യമായിരുന്നു അതെന്നും പിണറായി പറഞ്ഞു. ലക്ഷ്യമിട്ട ജുഡീഷ്യൽ അന്വേഷണമടക്കമുള്ള മറ്റാവശ്യങ്ങൾ അംഗീകരിച്ചതോടെയാണ് സമരം പിൻവലിച്ചത്. സമരത്തെ അപകീർത്തിപ്പെടുത്താൻ BJPയും ചില മാധ്യമങ്ങളുമാണ് അഡ്ജസ്റ്റ്മെന്റ് സമരമെന്ന പ്രചരണം നടത്തിയതെന്നും പിണറായി പറഞ്ഞു. ഇത്രയും വലിയ സമരം നടത്തി എന്ന് അഭിമാനിക്കുന്നതിന് പകരം സമരത്തെ അപകീർത്തിപ്പെടുത്തുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ലെന്നും പിണറായി കൂട്ടിച്ചേർത്തു. KM മാണിയെ മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ ഒരു മാന്ത്രിക കുടവും പാർട്ടി ഉപയോഗിച്ചിട്ടില്ലെന്നായിരുന്നു മാണിയെ സംരക്ഷിച്ചു എന്ന വിമർശനത്തിന് പിണറായിയുടെ മറുപടി. KM മാണി LDFിലേക്ക് വരുമെന്നത് ഉമ്മൻചാണ്ടിയുടെ ഭയമായിരുന്നു. KM മാണിയെ വരുതിയിലാക്കാൻ ഉമ്മൻചാണ്ടിക്ക് ഇപ്പോൾ കഴിഞ്ഞുവെന്നും പിണറായി പറഞ്ഞു. വഞ്ചന എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു വഞ്ചനയുണ്ടോ എന്ന് RSP മുന്നണി വിട്ടതിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾക്ക് പിണറായി മറുപടി നൽകി. ഒറ്റ രാത്രി കൊണ്ടാണ് RSP നിലപാട് മാറ്റിയത്. BJPയുടെ വളർച്ചയെ ഗൗരവത്തോടെ കാണണമെന്ന മുന്നറിയിപ്പും പിണറായി ആലപ്പുഴ സമ്മേളനത്തിൽ നൽകി. ന്യൂനപക്ഷ പ്രീണനം നടത്തുന്ന പാർട്ടിയല്ല CPIM. എന്നാൽ RSSന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ ശരിയായ നിലപാട് പാർട്ടി ഇപ്പോൾ സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലെന്നും പിണറായി പറഞ്ഞു. ശരണ്യ സ്നേഹജനും രഘുനാഥ് നാരായണനുമൊപ്പം രതീഷ്, റിപ്പോർട്ടർ, ആലപ്പുഴ. ശ്രീ N. മാധവൻകുട്ടിയും ശ്രീ KM ഷാജഹാനും തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ, ശ്രീ NM പിയേഴ്സൺ കൊച്ചി സ്റ്റുഡിയോയിൽ. ആദ്യം ശ്രീ N. മാധവൻകുട്ടി, ഒരു നേതാവിനെ ഇകഴ്ത്തിയും മറ്റൊരു നേതാവിനെ പുകഴ്ത്തിയും സംസാരിക്കലല്ല കമ്മ്യൂണിസ്റ്റ് സമ്മേളനത്തിലെ ചർച്ച എന്ന് പിണറായി വിജയൻ ഇന്ന് ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ മറുപടി പ്രസംഗത്തിൽ പറയുകയുണ്ടായി. മൂർത്തമായ ഒരു രാഷ്ട്രീയ സന്ദർഭത്തിൽ CPIMനെ സംബന്ധിച്ച് നയവ്യക്തത വരുത്തേണ്ട സന്ദർഭത്തിൽ നടക്കുന്ന സമ്മേളനങ്ങളാണ്. ആ സമ്മേളനങ്ങളിൽ വ്യക്തികേന്ദ്രീകൃതമായ വിഴുപ്പലക്കലുകൾക്കപ്പുറത്തുള്ള രാഷ്ട്രീയ ചർച്ച, നിലവാരമുള്ള ചർച്ച നടക്കാതെ പോകുന്നുണ്ടോ? തീർച്ചയായിട്ടും അതാണ് താങ്കളുടെ റിപ്പോർട്ടർമാർ സൂചിപ്പിക്കുന്നതാണ് സഖാവ് പിണറായിയുടെ മറുപടി പ്രസംഗമെങ്കിൽ തീർച്ചയായും സഖാവ് ഊന്നിയതാണ് കൃത്യമായ ഒരു അവസ്ഥ. ഇപ്പൊ സഖാവ് പിണറായിയെ വാഴ്ത്തിക്കൊണ്ട് പാർട്ടിയുടെ ഒപ്പം നിൽക്കുന്ന ഒരു സഖാവിൻ്റെ രാഷ്ട്രീയവും സംശയാസ്പദമാണ്. അതാണ് അതിൻ്റെ യഥാർത്ഥ പ്രശ്നം. അത് സഖാവ് ആണിയടിച്ച പോലെ പിണറായി, അതാണ് സഖാവ് പിണറായിയുടെ കമ്മ്യൂണിസ്റ്റ് വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകത. തന്നോടൊപ്പം നിൽക്കുന്നവർ തന്നെ വാഴ്ത്തുന്നതിൻ്റെ പുറകിലുള്ള ആ രാഷ്ട്രീയം, തെറ്റായ രാഷ്ട്രീയം, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം തിരിച്ചറിയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറി ഉണ്ടാവുക എന്നുള്ളത് ഈ പ്രസ്ഥാനത്തിൻ്റെ അഭിമാനമാണ്. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തെ തുടർച്ചയായി ഈ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നിലപാടിന് എടുക്കുന്ന ഒരു വ്യക്തി എന്നുള്ളതിലേക്ക് പിന്തുണച്ചിട്ടുള്ളത്. ഈ പ്രസംഗത്തിൽ അതിൻ്റെ അന്തസ്സത്ത ഏത് കമ്മ്യൂണിസ്റ്റുകാരനും അഭിമാനകരമാണ്. പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയെപ്പോലെ എല്ലാത്തരം ചെറ്റത്തരങ്ങളും പാർട്ടി വിഭാഗീയതയുടെ പേരിൽ, പാർട്ടി അനുഭാവി എന്ന പേരിൽ, ഇത് പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടുകളാണെന്നുള്ള പേരിൽ നിൽക്കുന്ന ഒരു വർഗം തന്നെ, ഒരു നേതൃത്വ വർഗം തന്നെ ആലപ്പുഴയിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് ചരിത്രപരമായ കാരണങ്ങളുണ്ട്. അത് സഖാവ് VS അച്യുതാനന്ദൻ്റെ സ്വാധീനങ്ങളുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ ഒരാൾ VS വിരുദ്ധനായതുകൊണ്ട് മാത്രം നല്ല കമ്മ്യൂണിസ്റ്റുകാരനും നല്ല CPM അണിയോ സഖാവോ ആവുന്നില്ല. അതിൻ്റെ ഉദാഹരണങ്ങളും ആലപ്പുഴയിൽ ധാരാളമുണ്ട്. ആ ഒരു സന്ദർഭത്തിൽ സഖാവ് പിണറായിയുടെ മറുപടി പ്രസംഗം നിങ്ങളുടെ റിപ്പോർട്ടർമാർ ശരിയായാണ് ഉദ്ധരിച്ചതെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റുകാരെ, കേരളത്തിൽ അങ്ങോളമുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ ആവേശം കൊള്ളിക്കുന്ന ഒരു ശരിയായ രാഷ്ട്രീയ നിലപാടാണ്. തുടരുക ദയവായി. ശ്രീ NM പിയേഴ്സൺ, ഈ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥ, വലതുപക്ഷ രാഷ്ട്രീയം ഇന്ത്യയിൽ അതിൻ്റെ ഏറ്റവും ഉയർന്ന ശക്തിയിൽ എത്തി നിൽക്കുന്ന അവസ്ഥ കൂടിയാണ്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അവരുടെ ചരിത്രത്തിലെ ഏറ്റവും ദയനീയമായ പരാജയം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നേരിടുന്നു. കോട്ട കൊത്തളങ്ങളായിരുന്ന ഇടങ്ങളിൽ സംഘടനാപരമായ തിരിച്ചടിയേൽക്കുന്നു. അങ്ങനെ ഇന്ത്യൻ ഇടതുപക്ഷം ഏറ്റവും അധികം വെല്ലുവിളി നേരിടുന്ന കാലഘട്ടത്തിൽ, വലതുപക്ഷ രാഷ്ട്രീയം അതിൻ്റെ അധീശത്വം ഉറപ്പിക്കുന്ന കാലഘട്ടത്തിൽ നടക്കുന്ന പാർട്ടി സമ്മേളനങ്ങൾ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യും എന്ന് പുറത്തുള്ള ആളുകൾ കരുതുന്ന ആ വിഷയങ്ങളിലേക്കൊക്കെ ഗൗരവമായി കടന്നു പോകുന്നുണ്ടോ? അതല്ലാതെ കേവലമായ വ്യക്തിപരം എന്ന് വിശേഷിപ്പിക്കാവുന്ന ചില കാര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണോ ഇപ്പോഴും? ഇല്ല, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ
പ്രത്യേകിച്ച് സമ്മേളന നഗരികളിൽ നിന്ന് പുറത്തു വരുന്നതായിട്ടുള്ള വാർത്തകൾക്ക് യഥാർത്ഥത്തിൽ ആ അർത്ഥം തന്നെയാണുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. കാരണം ഇടതുപക്ഷം ഇന്ത്യയിൽ ഇന്ന് രാഷ്ട്രീയമായി നേരിടുന്ന പ്രതിസന്ധിയെ അഭിമുഖീകരിക്കാൻ പറ്റുന്ന തരത്തിൽ ചർച്ച ചെയ്യാനായിട്ട് പാകപ്പെടാത്തതായിട്ടുള്ള സഖാക്കളുടെ പാർട്ടിയായിട്ട് ഈ പാർട്ടി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അത് മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മുന്നിലുള്ള രാഷ്ട്രീയ ലക്ഷ്യം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തെ രാഷ്ട്രീയവൽക്കരിക്കുക എന്നുള്ളതാണ്. നിലനിൽക്കുന്നതായ സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ സഖാക്കളെ പാകപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് CPM പോലെയുള്ളതായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളരെ ഗൗരവമേറിയതായിട്ടുള്ള ഒരു ഉത്തരവാദിത്വമാണ്. പക്ഷേ ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിനല്ല നിരന്തരമായിട്ട് ആ പാർട്ടിക്കകത്ത് നടക്കുന്നതായിട്ടുള്ള കലഹങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നു. ഓരോരുത്തർക്കും അവരവരുടെ അധികാരം നിലനിർത്തുന്നതിനും അവരുടെ കൂടെ നിൽക്കുന്നതായിട്ടുള്ള ആളുകളെ ഉപജാപ സംഘങ്ങളെ അവിടെ ഇവിടെ ഇരുത്താനും പിന്നീട് ആ അധികാരം ശരിയായ രീതിയിൽ ഉപയോഗിച്ച് അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളോ ഗ്രൂപ്പ് കാര്യങ്ങളോ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്ന തരത്തിലേക്ക് ആ പാർട്ടി തളർന്നു വീണിട്ട് ഒരുപാട് നാളുകളായി കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ തളർന്നു വീണ ഘട്ടത്തിൽ അതിൽ ജാഗ്രത പുലർത്താത്തതിൻ്റെ ഫലമായിട്ടാണ് അത് പെരുകി വലുതായി ഇന്ന് അതിൻ്റെ മാത്രം കുഞ്ഞുങ്ങളുടെ ഒരു പാർട്ടിയായിട്ട് അത് മാറിക്കഴിഞ്ഞിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. തുടരുക. ശ്രീ KM ഷാജഹാൻ, ഉദ്ഘാടന പ്രസംഗത്തിൽ VS അച്യുതാനന്ദൻ പറഞ്ഞത് തെറ്റുതിരുത്തൽ പ്രക്രിയ വേണം, സുധീരമായ വിമർശന സ്വയം വിമർശന പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ധൈര്യം ഇടതുപക്ഷ സഖാക്കൾ കാണിക്കേണ്ടതുണ്ട് ഈ കാലഘട്ടത്തിൽ തുടങ്ങിയ കാര്യങ്ങളായിരുന്നു. ഈ സമ്മേളനത്തിൽ ഏറ്റവും അധികം വിമർശനം കേട്ടത് VS അച്യുതാനന്ദൻ, പിന്നെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി CB ചന്ദ്രബാബു. ഏതെങ്കിലും തരത്തിലുള്ള ക്രിയാത്മക ചർച്ചയും തിരുത്തൽ പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കാവുന്ന തരത്തിലുള്ള ആശയ രൂപീകരണവും ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ നടന്നതായി താങ്കൾ കരുതുന്നുണ്ടോ? സുഹൃത്തെ, ഞാനൊന്ന് പറയട്ടെ. ഇത് ഇപ്പം നടന്നില്ലെന്നല്ല, കഴിഞ്ഞ സമ്മേളനത്തിലും നടന്നില്ല, അതിന് മുമ്പുള്ള സമ്മേളനത്തിലും നടന്നില്ല, 2005 സമ്മേളനത്തിലും നടന്നില്ല. നമുക്കെല്ലാവർക്കും നമ്മൾ എന്തൊക്കെ വാചാടോപങ്ങൾ ഇവിടെ നമ്മൾ പറഞ്ഞാലും നമുക്കറിയാം ഈ നടക്കുന്നത് എന്താണെന്ന്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെറുതായിട്ട് ഞാനൊന്ന് സൂചിപ്പിച്ചോട്ടെ. ഞാനൊരു പത്രപ്രവർത്തകനടുത്ത് ഇപ്പോൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് Pinarayi Vijayan 1 മണിക്കൂർ 48 മിനിറ്റ് സംസാരിച്ചുവെന്നും അത് മുഴുവൻ അവർ നേരിട്ട് കേട്ടു എന്നുമാണ് ഒരു പത്രപ്രവർത്തകനോട് സംസാരിച്ചത്. ഒരു പത്രപ്രവർത്തകനും കൂടെ ഇവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അവർ നേരിട്ട് കേട്ടു എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. പിന്നെ രണ്ടാമത് മാധവൻകുട്ടി ഇവിടെ പറഞ്ഞത് പിണറായി വിജയനെ പുകഴ്ത്തിയതിനെക്കുറിച്ചും അച്യുതാനന്ദനെ കീഴ്ത്തിയതിനെക്കുറിച്ചും അല്ല എന്ന് വളരെ ബഹുമാന പുരസ്സരം അദ്ദേഹത്തെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിണറായി വിജയൻ പറഞ്ഞത് G. സുധാകരനെ പുകഴ്ത്തുകയും ചന്ദ്രബാബുവിനെ ഇകഴ്ത്തുകയും ചെയ്യരുത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് മാധവൻകുട്ടി അന്വേഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. അല്ലാതെ പിണറായി വിജയനെ കുറിച്ചിട്ടും അച്യുതാനന്ദനെ കുറിച്ചിട്ടും അല്ല അവിടെ നടന്നിട്ടുള്ള സംഭവം. അപ്പോൾ അവിടെ നടക്കുന്ന വിഭാഗീയത എന്ന് പറയുന്നത് സംസ്ഥാന തലത്തിലുള്ള വിഭാഗീയതയല്ല. ഞാൻ കഴിഞ്ഞ 2 ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വികേന്ദ്രീകരിക്കപ്പെട്ട വിഭാഗീയതയാണ് അവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ പാർട്ടി മാധവൻകുട്ടി എത്ര തലകുലിക്കിയാലും ഇപ്പോൾ സുധാകരൻ്റെ കയ്യിലാണ്, പിണറായി വിജയൻ്റെ കയ്യിലല്ല. സുധാകരനാണ് അവിടെ കാര്യങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്യുന്നത്. സുധാകരനാണ് ഇംഗ്ലീഷിൽ സുധാകരനാണ് കോളിംഗ് ദ ഷോട്ട്സ് എന്ന് പറയുന്നത്. സുധാകരനാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സുധാകരൻ്റെ കയ്യിലാണ് 8 ഏരിയ കമ്മിറ്റികൾ അവിടെ നിൽക്കുന്നത്. ബാക്കി 3 ഏരിയ കമ്മിറ്റികൾ സുധാകരനെതിരായതുകൊണ്ട് സുധാകരൻ്റെ കുഞ്ഞാടുകൾ, സുധാകരൻ്റെ വിശ്വസ്ത വിനീത വിധേയർ അവർ ചന്ദ്രബാബുവിനെ ഇകഴ്ത്തിയതിനെയാണ് പിണറായി വിജയൻ പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് വികേന്ദ്രീകരിച്ച് ഇപ്പോൾ പിണറായി വിജയൻ്റെ അച്യുതാനന്ദനൊന്നും കയ്യിലല്ല കാര്യങ്ങൾ. താഴത്തെ നാട്ടുരാജാക്കന്മാർ അവരുടെ കാര്യങ്ങൾ നടപ്പിലാക്കി തുടങ്ങി എന്ന് മനസ്സിലാക്കുക. സംസ്ഥാന സമ്മേളനം നടക്കാൻ പോകുന്ന ജില്ലയായിട്ടുള്ള ആലപ്പുഴ ജില്ലയിൽ ഇനി കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സുധാകരനും തോമസ് ഐസക്കും ആയിരിക്കില്ല, G. സുധാകരനായിരിക്കും. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എന്നെ ഞെട്ടിച്ചൊരു പ്രധാനപ്പെട്ട സംഭവം, VS അച്യുതാനന്ദനെതിരെ വിമർശനം ഉയർന്ന ആദ്യമല്ല. കഴിഞ്ഞ സമ്മേളനങ്ങളിലൊക്കെ ഒരുപാട് കാലമായി വിമർശനം. പക്ഷേ VS അച്യുതാനന്ദനെതിരെ ഇത്തവണ അവിടെ ജില്ലാ സമ്മേളനത്തിൽ ഉയർന്ന വിമർശനം VS അച്യുതാനന്ദൻ ക്രിമിനലുകളെ സംരക്ഷിക്കുന്നു എന്നാണ്. VS അതായത് ഇവിടുത്തെ ഔദ്യോഗിക നേതൃത്വം ക്രിമിനലുകളെ സംരക്ഷിക്കുന്നു, ഇവിടുത്തെ ഔദ്യോഗിക നേതൃത്വം തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നയപരമായിട്ടായിരുന്നു അച്യുതാനന്ദനെതിരായിട്ടുള്ള വിമർശനം. ഇപ്പോൾ അച്യുതാനന്ദൻ കൃഷ്ണപിള്ള സ്മാരക ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രിമിനലുകളെ സംരക്ഷിക്കുന്നു എന്ന നിലയിലേക്ക് അച്യുതാനന്ദനെതിരായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നു. ഇത് എന്നെപ്പോലുള്ള ആളുകൾ ഇതിൻ്റെ അകത്ത് 2 വിഭാഗങ്ങളും സംരക്ഷിക്കുന്നത് ഒരേ നിക്ഷിപ്ത താല്പര്യങ്ങളെയാണ് എന്ന് പറഞ്ഞിരുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തി എന്ന് വേണം ഈ ചർച്ചയിൽ നിന്ന് അനുമാനിക്കാം. തുടരുക ശ്രീ KM ഷാജഹാൻ. ശ്രീ N. മാധവൻകുട്ടി, ആലപ്പുഴ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഈറ്റില്ലങ്ങളിൽ ഒന്നാണ്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ ഭൂരിപക്ഷം
നിയമസഭാ മണ്ഡലങ്ങളിലും ഇടതുമുന്നണി വലിയ വിജയം നേടിയപ്പോൾ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം കെ സി വേണുഗോപാലിനെതിരെ ഒരുപാട് രാഷ്ട്രീയ ആരോപണങ്ങൾ ഉണ്ടായിട്ടും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് ചോർച്ച വന്നത് എന്ന് പ്രവർത്തന റിപ്പോർട്ട് സൂചിപ്പിച്ച് വെക്കുകയും ചെയ്യുന്നു. പക്ഷേ പാർട്ടി ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായി ആ അവസ്ഥയെ ഉൾക്കൊള്ളുന്നതിന് പകരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ അല്ലെങ്കിൽ അധികാര തർക്കം, ആർക്ക് മേധാവിത്വം എന്നതിലേക്ക് ചുരുങ്ങുകയാണ്. എന്തുകൊണ്ടാണ് ആലപ്പുഴ പോലെ ഒരു ജില്ലയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ആദ്യം ആലപ്പുഴയ്ക്ക് വിഭാഗീയതയുടെ ഒരു നീണ്ട ചരിത്രമുണ്ട്. അതായത് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പോലും മഹാരഥന്മാർ നേതൃത്വത്തിലിരുന്ന ഒരു ജില്ലയാണ്. ആ ജില്ലയിലുള്ള കിടമത്സരങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയിലേക്കും പകർന്നു കിട്ടിയിട്ടുണ്ട്. വി എസ് അച്യുതാനന്ദന്റെ വൈദ്യനിര്യാത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവിടുത്തെ പ്രവർത്തന സംസ്കാരത്തെ വലിയ അളവിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമായി ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഇവിടെ സഖാവ് പിണറായി പറഞ്ഞത് അദ്ദേഹത്തിന് വാഴ്ത്തുന്നവരുടെ കാര്യമല്ല, ഏത് വ്യക്തിയുടെയും പക്ഷത്ത് നിന്നുകൊണ്ട് ഒരുപക്ഷെ ഔദ്യോഗിക പക്ഷമെന്നോ അല്ലെങ്കിൽ വിമതപക്ഷമെന്നോ ഒരു വ്യക്തിയുടെ കൂടെ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യോജിക്കില്ല എന്നാണ്. അദ്ദേഹത്തെക്കുറിച്ചോ വി എസിനെ കുറിച്ചോ എന്നുള്ളത് ഇനിയിപ്പോൾ സുധാകരനെ കുറിച്ചും ചന്ദ്രബാബുവിനെ കുറിച്ചാണെങ്കിൽ പോലും അതാണ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം. ചന്ദ്രബാബുവിന്റെ കൂടെ നിന്നിട്ട് അതിന്റെ ഉപജാപങ്ങളിൽ പങ്കെടുക്കുക, അല്ലെങ്കിൽ സുധാകരന്റെ കൂടെ നിന്ന് അദ്ദേഹത്തിന്റെ ഫ്ലെക്സ് ബോർഡ് വെച്ച് അദ്ദേഹത്തിന്റെ ആശ്രിതനെ പോലെ കൂടെ നടക്കുക, ഇതൊന്നും കമ്മ്യൂണിസ്റ്റ് രീതിയല്ലെന്ന് പറയാനുള്ള ചങ്കൂറ്റം സഖാവ് പിണറായിക്കുണ്ട്. അദ്ദേഹം അത് കാണിച്ചിട്ടുണ്ട്. അദ്ദേഹം എവിടെയെല്ലാം ഈ വിഭാഗീയത തലപൊക്കിയിട്ടുണ്ടോ, അദ്ദേഹത്തിന്റെ പേരിൽ കൊടികൾ ഉയർത്തി കലാപം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ, അവിടെയെല്ലാം ചെന്ന് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം പറഞ്ഞ് പാലക്കാട്, ഒറ്റപ്പാലത്ത്, ഇതെല്ലാം എനിക്കറിയുന്ന കാര്യങ്ങളാണ്. ഇതിനു മുൻപ് പാർട്ടി വിരുദ്ധരായി നിന്നവർ, പിണറായിയുടെ അനുകൂലികളെന്ന് മട്ടിൽ എന്നോട് സംസാരിച്ചിട്ടുള്ളവർ, ഇവരോടെല്ലാം തികച്ചും രാഷ്ട്രീയമായ നിലപാടിലെടുത്തുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചെളിക്കുത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടല്ല, അതിന് നേരെ കണ്ണടച്ചുകൊണ്ടല്ല, അത് പരിഹരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ 15 വർഷമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിച്ചുകൊണ്ടിരിക്കുന്ന സഖാവാണ് പിണറായി. അതുതന്നെയാണ് അദ്ദേഹം ഈ ആലപ്പുഴയുടെ ചളിക്കുണ്ടിൽ വീണിരിക്കുന്ന കുറച്ച് സഖാക്കൾക്ക് ഇന്ന് കൊടുത്ത സന്ദേശവും. അത് കേരളത്തിലെ ഓരോ കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും മനസ്സിലുള്ളതാണ്. ഈ ചളിക്കുണ്ടിൽ വീണ ഈ നേതാക്കന്മാർക്ക് മാത്രമാണ് ഇതിൽ പങ്ക്. അവരുടെ അനുയായികൾ പോലും പുച്ഛിക്കുകയാണ്. കാരണം നിങ്ങൾ ഓരോ ഇതിലുള്ള പ്രധാന പങ്ക് സഖാവ് ചന്ദ്രബാബുവിനെ സംബന്ധിച്ച് അദ്ദേഹം ഇത്തരത്തിൽ സംസ്ഥാന തലത്തിൽ അറിയപ്പെടുന്ന നേതാവല്ല. അതിരിക്കട്ടെ, സഖാവ് ജി സുധാകരൻ, നിങ്ങളുടെ ഓരോ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിനും അദ്ദേഹം എടുത്ത രാഷ്ട്രീയ നിലപാടുകൾ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹമാണ് ഇനി ആലപ്പുഴയിൽ ഭരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം തന്നെ പല നിലപാടുകളിൽ കൂടി മാറി വന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹമാണ് ഇനി ആലപ്പുഴ ഭരിക്കുക എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നടക്കുന്ന കാര്യമല്ല. അത് കേന്ദ്രീകൃത നേതൃത്വത്തിന് കീഴിൽ തന്നെ ആലപ്പുഴയിലും പാർട്ടി പ്രവർത്തിക്കും. അതിന് ആജ്ഞാശക്തിയും അതിനുള്ള ഇച്ഛാശക്തിയുമുള്ള ഒരു സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും ഈ പാർട്ടി കോൺഗ്രസിന് ശേഷം ഉണ്ടാവും. ആലപ്പുഴയിലെ അഴുക്കുകൾ മാലിന്യം തൂത്തെറിയപ്പെടുക തന്നെ ചെയ്യും. റൈറ്റ്, അങ്ങനെയാണ് താങ്കൾ കാണുന്നത്. ശ്രീ NM പിയേഴ്സൺ, CPIM സമ്മേളനങ്ങളിലെ വിഭാഗീയത മുൻകാലങ്ങളിൽ അധികാരം പിടിക്കുക, പാർട്ടിയുടെ അധികാരം പിടിക്കുക എന്ന ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു. അത് മലപ്പുറം സമ്മേളനത്തിൻ്റെ കാലത്തും പാലക്കാട് സമ്മേളനത്തിൻ്റെ കാലത്തും മുൻപ് കൊല്ലം സമ്മേളനത്തിൻ്റെ കാലത്തും ഒക്കെ അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ അങ്ങനെ ഒരു കാലാവസ്ഥയില്ല. പാർട്ടിയിലെ നിലവിലുള്ള നേതൃത്വത്തെ അപ്രസക്തമാക്കി വേറൊരു നേതൃത്വം വരിക എന്ന തരത്തിൽ ശക്തിയുള്ള ഒരു വിഭാഗമോ വിഭാഗീയതയോ CPIMനുള്ളിൽ ഇല്ല. പക്ഷേ വിഭാഗീയത എന്ന് വിശേഷിപ്പിക്കാവുന്ന സംഭവ വികാസങ്ങൾ അരങ്ങേറുകയും ചെയ്യുന്നു. 2005 സമ്മേളനത്തിൽ ആലപ്പുഴ ജില്ലാ ഘടകത്തിൻ്റെ നിലപാട് മാറ്റം മലപ്പുറം സമ്മേളനത്തിൻ്റെ നിർണായകമായ ഘട്ടത്തിൽ VS അച്യുതാനന്ദന് എങ്ങനെ തിരിച്ചടിയായെന്ന ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് തുടങ്ങുന്നു ജില്ലാ സമ്മേളനം, ആലപ്പുഴയിൽ സംസ്ഥാന സമ്മേളനം വരാൻ പോവുകയാണ്. ഇത്തരത്തിൽ സംസ്ഥാന നേതൃത്വത്തെ വെല്ലുവിളിക്കുന്ന ഒരു അധികാര കേന്ദ്രമായി ആലപ്പുഴയിലെ ചില നേതാക്കൾക്ക് അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലാ ഘടകത്തിന് വേറിട്ട നിലപാടെടുത്ത് നിൽക്കാനാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, നമ്മൾ കഴിഞ്ഞ സമ്മേളനങ്ങൾക്ക് പോയാൽ പാലക്കാട് സമ്മേളനത്തിൻ്റെ ജാതകം കുറിച്ചതും യഥാർത്ഥത്തിൽ ആലപ്പുഴയിലെ സമ്മേളനങ്ങൾ തന്നെയായിരുന്നു. ആലപ്പുഴ സമ്മേളനം പിടിച്ചിട്ടായിരുന്നു അന്ന് അക്കാലത്ത് VS യഥാർത്ഥത്തിൽ പാലക്കാട് വെട്ടിപ്പിടിക്കാനായിട്ടുള്ള സൗകര്യമുണ്ടാക്കിയത്. അതുപോലെ തന്നെയാണ് പിന്നീട് മലപ്പുറം സമ്മേളനം നടന്ന സമയത്ത് ആലപ്പുഴ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പിണറായി അത് പിടിച്ചെടുക്കുന്നതിനുള്ള സൗകര്യമുണ്ടാക്കി. അപ്പോൾ നമ്മളിങ്ങനെ സമ്മേളനങ്ങൾ ഓരോന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ അധികാരം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി നടത്തിയിരുന്നതായിട്ടുള്ള യുദ്ധങ്ങളായിരുന്നു സമ്മേളനങ്ങളെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. ആ സമ്മേളനങ്ങളിൽ പക്ഷേ അധികാരം പിടിക്കുന്നതിന് വേണ്ടിയാണ് തങ്ങളിത് ചെയ്യുന്നത് എന്നായിരുന്നില്ല ഈ നേതാക്കളൊക്കെ പറഞ്ഞിരുന്നത്. പകരം അവർ വലിയ പ്രത്യയശാസ്ത്രത്തിൻ്റെയും ആദർശത്തിൻ്റെയും പുറത്താണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരുന്നത്.
അങ്ങനെ പറഞ്ഞാൽ മാത്രമാണ് അക്കാലത്ത് യഥാർത്ഥത്തിൽ പാർട്ടിയിലുള്ള സഹാക്കൾക്ക് അതിനെ പിന്തുണയ്ക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അതാണ് അന്നത്തെ പ്രശ്നം. പക്ഷേ ഇന്ന് പാർട്ടിയിൽ ആളുകളെ സ്വാധീനിക്കുന്നെങ്കിൽ അത്തരത്തിലുള്ളൊരു ആദർശത്തിൻ്റെ കവചം ആവശ്യമില്ലാത്ത തരത്തിലേക്ക് പാർട്ടി രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതാത് പ്രദേശത്തുള്ളതായിട്ടുള്ള നേതാക്കൾക്ക്, ഇപ്പോൾ എറണാകുളം ജില്ലയിലാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലുള്ള കുറച്ച് നേതാക്കൾക്ക് എങ്ങനെയാണ് എറണാകുളം ജില്ലയിലെ അധികാരം കൈയാളി വെക്കാനായിട്ട് കഴിയുക എന്ന് പറയുന്ന പരിശോധന, അതുപോലെ തന്നെ തൊട്ടടുത്ത ജില്ലയായിട്ടുള്ള ആലപ്പുഴയിലും അവിടെയുള്ളതായിട്ടുള്ള നേതാക്കൾക്ക് തങ്ങളുടെ കയ്യിൽ അധികാരത്തെ നിലനിർത്താനായിട്ട് എന്ത് ചെയ്യണം എന്നറിയാം. ഇങ്ങനെ പ്രാദേശികമായ തരത്തിൽ നേതൃത്വങ്ങൾക്ക് അധികാരം വലിയ തരത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ ഒരു വലിയ നിസ്സഹായാവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ സമ്മേളനത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാധവൻകുട്ടിയോട് പറയുന്നതിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിണറായി വിജയൻ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റ് ആദർശ മൂല്യങ്ങളെ തിരിച്ചുകൊണ്ടുവരാൻ ഒറ്റയ്ക്ക് കഴിയില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന് കമ്മ്യൂണിസം അറിയാമെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കഴിഞ്ഞ എല്ലാ സമ്മേളനങ്ങളും കുറേയധികം എനിക്ക് തോന്നുന്നത് 2009 മുതൽ ഇങ്ങോട്ടുള്ളതായിട്ടുള്ള കാലഘട്ടങ്ങളിൽ 1999 മുതലുള്ള കാലഘട്ടങ്ങളിൽ നടന്ന എല്ലാ സമ്മേളനങ്ങളിലും ഇത്തരത്തിലുള്ള വലിയ അധികാരത്തിന് വേണ്ടിയുള്ളതായിട്ടുള്ള പിടിച്ചുപറികൾ നടക്കുകയായിരുന്നു ഈ പാർട്ടിക്കകത്ത്. അന്ന് ഉപജാപങ്ങൾക്ക് വേണ്ടി കൊടിയുയർത്തിയിരുന്ന നേതാക്കൾ തന്നെയാണ് VS അച്യുതാനന്ദനും അതേപോലെ തന്നെ പിണറായി വിജയനും എന്നുള്ളത് കേരളത്തിലെ മുഴുവൻ സഹാക്കളും തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അന്ന് ഒച്ചപ്പാടെടുക്കാതെ അന്ന് അതിനെ അടിച്ചമർത്താൻ ശ്രമിക്കാതെ ഇരുന്നുകൊണ്ട് ഇപ്പോൾ വന്ന് ആലപ്പുഴയിലൊരു സമ്മേളനത്തിൽ അത്തരത്തിലുള്ള ഉപജാപത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ എന്താണ് സംഭവിക്കാനായിട്ട് പോവുക? റൈറ്റ്. ശ്രീ KM ഷാജഹാൻ, താങ്കൾ VS അച്യുതാനന്ദൻ ക്യാമ്പിൽ ഉണ്ടായിരുന്ന 2005 സമ്മേളനത്തിലൊക്കെ പാർട്ടി പിടിക്കാൻ നടത്തിയ നീക്കത്തിന് പാർട്ടി വലതു വ്യതിയാനത്തിലേക്ക് പോകുന്നു, ശരിയായ ഇടതുപക്ഷ നിലപാട് ഇത് എന്നൊക്കെയുള്ള ഒരു ആശയ സമരത്തിൻ്റെ പുറമേയുള്ള മോഡിയെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷേ ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള നയപരമായ വ്യത്യാസങ്ങൾ, നയപരമായ അഭിപ്രായ വ്യത്യാസങ്ങളോ നയപരമായ തർക്കങ്ങളോ എന്തിന് രാഷ്ട്രീയമായ ചർച്ചകളോ പോലും ഇല്ല. പിന്നെ എന്തടിസ്ഥാനത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് സമ്മേളനത്തിൽ വലിയ തോതിലുള്ള വിഭാഗീയത നടമാടണം? ഇതിലെ ഈ മാധവൻകുട്ടിയെ പോലുള്ളവർ എനിക്കറിയില്ല. ഞാനിങ്ങനെ നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാധവൻകുട്ടി നിരന്തരമായി ഈ പിണറായി വിജയ സ്തുതിയുമായി ഇങ്ങനെ നടക്കുകയാണ് ചാനലുകൾ തോറും. അത് ഇപ്പോൾ സമ്മേളനം കഴിയുന്ന വരെ തുടരും. എനിക്ക് മനസ്സിലാവാത്ത ഈ പേഴ്സൺ വളരെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇതിനൊരു ആദർശമൊന്നുമില്ല. 2005 കുറെ ആദർശങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ ഇത് ചുമ്മാ ഈ നേതാക്കന്മാരെ പിടിച്ചു കൂടെ നിർത്തുക, ചവിട്ടി തെറിപ്പിക്കുക എന്നുള്ള കോൺഗ്രസിൽ നടന്ന വിഭാഗീയതയെക്കാളും തരം താഴ്ന്ന വിഭാഗീയതയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ വിഭാഗീയതയ്ക്ക് കഴിഞ്ഞ 15 വർഷമായി സംസ്ഥാന തലത്തിൽ മുകളിൽ നിന്ന് താഴെ വരെ ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് പിണറായി വിജയൻ എന്നുള്ളത് ഒരുപക്ഷെ മാധവൻകുട്ടി ഒഴിച്ച് ബാക്കി മാധവൻകുട്ടിയുടെ കൂടെ നിൽക്കുന്ന CPMന്റെ കൂടെ നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാവുന്നതായിരിക്കും. ഈ മാധവൻകുട്ടി ഇങ്ങനെ പൂഴ്ത്തുന്നുണ്ടല്ലോ പിണറായി വിജയൻ. എനിക്കറിയില്ല, എനിക്ക് അതിന്റെ അർത്ഥം എനിക്ക് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ മലപ്പുറം സംസ്ഥാന സമ്മേളനത്തിന് മുമ്പുള്ള തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ എന്താ സഖാവ് പിണറായി വിജയൻ പറഞ്ഞത്? മലപ്പുറത്ത് കാണാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവിടെ മലപ്പുറത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള വെട്ടിവീഴ്ത്തലുകൾ, മലപ്പുറത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രലോഭനങ്ങൾ, അതിനെ തുടർന്ന് മലപ്പുറം സമ്മേളനം എടുത്ത് തലകുത്തി മറിച്ചു വെച്ചത്, അതെല്ലാം നമ്മൾ കണ്ടതല്ലേ. അന്ന് പിണറായി വിജയന്റെ ഏറ്റവും വലിയ വിശ്വസ്ത വിനീത വിധേയനായിരുന്നില്ലേ G. സുധാകരൻ? ആ G. സുധാകരൻ പിണറായി വിജയന് വേണ്ടിയിട്ടല്ലേ ആലപ്പുഴ കംപ്ലീറ്റ് അട്ടിമറിച്ച് കയ്യിലോട്ട് കൊടുത്തത്? ആ സുധാകരൻ ഈ കണ്ട കാലം അത്രയും പിണറായി വിജയന്റെ കൂടെ നിൽക്കുകയല്ലായിരുന്നോ? ആ സുധാകരൻ ഇപ്പൊ മാധവൻകുട്ടി, ഞാൻ ചോദിക്കട്ടെ, ആലപ്പുഴയിൽ എന്താ സുധാകരൻ ചെയ്യുന്നത്? സുധാകരൻ അവിടെ തോമസ് ഐസക്കിനെതിരായിട്ട് നിൽക്കുകയാണ്. തോമസ് ഐസക്കിനെതിരായിട്ട് സുധാകരൻ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? തോമസ് ഐസക്കാണ് ഇപ്പൊ പിണറായി വിജയന്റെ വിശ്വസ്ത വിനീത വിധേയൻ. നാളെ ചിലപ്പോൾ തോമസ് ഐസക്ക് പിണറായി വിജയനെതിരായി നിൽക്കുന്നത് കാണാം. അപ്പൊ കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPMന്റെ കഴിഞ്ഞ 15-20 വർഷക്കാലത്തെ ചരിത്രത്തിനിടയിൽ മുകളിൽ നിന്ന് താഴെ വരെ ഏറ്റവും കൂടുതൽ തരംതാണ വിഭാഗീയതയ്ക്ക് നേതൃത്വം കൊടുത്ത് ഈ പാർട്ടിയെ ഈ നിലയിൽ ഒരുപക്ഷെ മാധവൻകുട്ടിക്ക് ഒഴിച്ച് ബാക്കിയുള്ള മുഴുവൻ ആളുകൾക്കും വിഭാഗീയതയുടെ നേതാവായി പിണറായി വിജയനെ സ്ഥാപിക്കാൻ കഴിയും. ആ പിണറായി വിജയൻ പോലും യഥാർത്ഥത്തിൽ ഈ മാധവൻകുട്ടി പറയുന്നത് കേട്ടാൽ ഒരുപക്ഷെ നെഞ്ചത്ത് കൈവച്ച് ഞെട്ടിപ്പോകുന്ന എനിക്ക് തോന്നുന്നത്. കാരണം അത്രയ്ക്ക് വിഭാഗീയതയുടെ ചെളിക്കുണ്ടിലേക്ക് ഈ പാർട്ടിയെ അടിമുടി ഇങ്ങനെ മുക്കുകയും പൊക്കുകയും ചെയ്തുകൊണ്ടിരുന്ന പിണറായി വിജയൻ ഇപ്പൊ എന്തോ വലിയ അപ്പോസ്തലനായിട്ട് ഈ പാർട്ടിയെ രക്ഷിക്കാൻ ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ മദ്യനിരോധനത്തിന് വേണ്ടി പ്രസംഗിക്കുന്ന ആള് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പോയി മദ്യപിക്കുന്നതിനെ കുറിച്ചിട്ട് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലത്തെ ഒരു ഗീർവാണ പ്രസംഗം അല്ലാതെ എന്ത് പുകഴ്ത്തലാണ് ഇങ്ങനെ നടത്തുന്നത് എന്ന് എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. ശ്രീ N. മാധവൻകുട്ടി, എന്താണ് അതിന്റെ മറുപടി?
ഇദ്ദേഹത്തിന് മറുപടി കൊടുക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത്. അത് വേറൊരു കാര്യം. എത്രയോ വർഷമായി ഈ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഷാജഹാനുള്ള മറുപടി കൊടുക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത്. അത് വേറൊരു കാര്യം. അത് ഞാനിപ്പോൾ സഖാവ് പിണറായിയെ വാഴ്ത്തുന്നുമില്ല. ഇനി അദ്ദേഹം ആലപ്പുഴയെ കുറഞ്ഞ ശക്തി ബന്ധങ്ങളെപ്പറ്റി, പാർട്ടിക്കകത്തെ ശക്തി ബന്ധങ്ങളെപ്പറ്റി പറഞ്ഞത് അടിമുടി തെറ്റാണ്. സഖാവ് പിണറായിയും സഖാവ് തോമസ് ഐസക്കും തമ്മിൽ പലതരത്തിലുള്ള ആശയ കാര്യങ്ങളിൽ വ്യത്യസ്തമുള്ള ഒരു ചരിത്രമാണ് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിന് ശേഷം ഉള്ളതെന്ന് പാർട്ടിയിലുള്ളവർക്കറിയാം, പാർട്ടിയുടെ കമ്മിറ്റികളിലുള്ളവർക്കറിയാം. അങ്ങനെ സ്വന്തം മസ്തിഷ്കം ആർക്കും വേണ്ടി പണയപ്പെടുത്തിയ സഖാക്കളല്ല പിണറായിയും സഖാവ് ഐസക്കും. ഓരോ നിലപാടുകളും ടി പി ചന്ദ്രശേഖരൻ്റെ വധത്തെ തുടർന്നുള്ള ചർച്ചകളിൽ സഖാവ് പിണറായിക്കൊരു നിലപാടുണ്ടായിരുന്നു, സഖാവ് ഐസക്കിനൊരു നിലപാടുണ്ടായിരുന്നു. ഇതെല്ലാം അതിനെപ്പറ്റി എനിക്ക് പറയുന്നപ്പോൾ എനിക്ക് സഖാവ് വി എസിൻ്റെ ഔദ്യോഗിക ആ വ്യൂഹത്തിൽ നിന്ന് മാറിയതിന് ശേഷം എന്തെങ്കിലും വിവരക്കുറവുകൾ ഷാജഹാൻ ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ആലപ്പുഴയെ പറ്റി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. പക്ഷെ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ. ഒരു കാര്യമുണ്ട്, കേരളത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം എഴുതപ്പെടുമ്പോൾ പാർട്ടിയെ നശിപ്പിക്കുന്നതിന് അകത്തുനിന്നും പുറത്തും നടന്ന 15 വർഷത്തോളം നീണ്ട ആക്രമണത്തിൽ ഈ പാർട്ടിയെ ഉടയാതെ നിർത്തിയത്, ഒന്ന്, ഇത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ആയതുകൊണ്ട്, രണ്ട്, അതിൻ്റെ തലപ്പത്ത് സഖാവ് പിണറായി വിജയനും അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് സഖാക്കളുമെന്ന് തങ്ക ലിപികളിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ എഴുതപ്പെടും. റൈറ്റ്, അങ്ങനെയാണ് താങ്കളുടെ ആത്മവിശ്വാസം. തുടരുക ദയവായി. ശ്രീ NM പിയേഴ്സൺ, കഴിഞ്ഞ 3 വർഷം ഈ സമ്മേളന കാലയളവിലേക്ക് വരുന്ന ഘട്ടത്തിനിടയിൽ നമ്മുടെ രാഷ്ട്രീയ പ്രക്രിയയ്ക്ക് തന്നെ സംഭവിച്ച മാറ്റങ്ങളുണ്ട്. പുതിയ കാലത്തെ രാഷ്ട്രീയം എങ്ങനെ അഭിസംബോധന ചെയ്യും CPIM എന്ന വിഷയമുണ്ട്. നവരാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, നവരാഷ്ട്രീയ മുന്നേറ്റങ്ങൾ വരുന്നു. ജനസഞ്ചയത്തിൻ്റെ രാഷ്ട്രീയം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തരത്തിലുള്ള പുതിയ മുന്നേറ്റങ്ങൾ വരുന്നു. അരാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നു എന്നൊക്കെ പറയുന്ന പുതുതലമുറ രാഷ്ട്രീയത്തിൽ വേറിട്ട ചില വഴികൾ കാണിക്കുന്നു. അപ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇതിനെയൊക്കെ എങ്ങനെ അഭിസംബോധന ചെയ്യുന്നു എന്നുള്ളതും പ്രധാനമാണ് വരുന്ന കാലയളവിൽ. അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിൽ കൂടി നിലപാട് രൂപീകരിക്കേണ്ടത് ഈ സമ്മേളനങ്ങളിൽ നടക്കേണ്ട ചർച്ചകളിലാണ്. അങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയം ഈ CPIMൻ്റെ സമ്മേളനങ്ങളിൽ വരികയും അതിലൊക്കെ ഒരു ആശയവ്യക്തത ഉണ്ടാകുകയും ചെയ്യും പാർട്ടി കോൺഗ്രസിന് ശേഷം എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നിലനിൽപ്പെന്ന് പറയുന്നത് ഇതിൻ്റെ നേതാക്കളെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് കേരള സമൂഹം കാണുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിൽ അതുപോലെ ഇന്ത്യയിലും ഒരു ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ പ്രസക്തമാണ് എന്ന് വിശ്വസിക്കുന്ന കുറേയധികം ആളുകളുണ്ട്. ആ ആളുകൾ ഈ പാർട്ടിയെ നോക്കിക്കാണുന്നത് ഇന്ന് പാർട്ടി അഭിമുഖീകരിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ, പ്രത്യേകിച്ച് പരിസ്ഥിതി രാഷ്ട്രീയത്തെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യേണ്ടത്, സ്ത്രീപക്ഷ രാഷ്ട്രീയത്തെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യേണ്ടത്, സമൂഹത്തിൻ്റെ സദാചാര വിഷയങ്ങളിൽ എത്തരത്തിലാണ് ഇടപെടേണ്ടത്, പുതിയ കാലത്ത് ഉയർന്നു വരുന്ന കുടുംബ ബന്ധങ്ങൾ, സാമൂഹ്യ ബന്ധങ്ങൾ, അതിലൊക്കെ ഏത് തരത്തിലാണ് പാർട്ടിയുടെ നിലപാടുകൾ ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെ നവ ലിബറലിസത്തിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വന്നിരിക്കുന്ന ആഗോളവൽക്കരണവും അതിൻ്റെ ഭാഗമായിട്ട് സമൂഹത്തിനുണ്ടായിരിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളും, ഈ മാറ്റങ്ങളെയൊക്കെ എങ്ങനെയാണ് പാർട്ടിക്ക് അഭിസംബോധന ചെയ്യാനായിട്ട് കഴിയുക, പ്രത്യേകിച്ച് ഇന്ത്യയിലെ ജാതി രാഷ്ട്രീയത്തെ എങ്ങനെ അഭിസംബോധന ചെയ്യും. ഇത്തരത്തിൽ ഒട്ടനവധി വിഷയങ്ങളാണ് യഥാർത്ഥത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ അവൻ അഭിമുഖീകരിക്കുന്നത്. അത് ചർച്ച ചെയ്യുക എന്നുള്ളതാണ് രാഷ്ട്രീയം. അത് ചർച്ച ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് രാഷ്ട്രീയം ഇല്ല എന്നാണ് അർത്ഥം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാധവൻകുട്ടിയെപ്പോലുള്ള സഹാക്കൾ പിണറായി വിജയനെയും അതേപോലെ തന്നെ അച്യുതാനന്ദനെയും ഒക്കെ ഈ കാലഘട്ടത്തിൽ ബോധ്യപ്പെടുത്തേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരം രാഷ്ട്രീയത്തിനാണ് വളരെ തീവ്രമായിട്ടുള്ള രീതിയിൽ ഇന്ന് സമൂഹത്തിനിടയിൽ ഇടമുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയും അത്തരം കാര്യങ്ങളിലൊക്കെ ചർച്ച കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. അതിന് പകരമായിട്ട് ഓരോരുത്തരുടെ അധികാരത്തെയും അവരുടെ കേന്ദ്രീകൃതമായിട്ടുള്ള അവസ്ഥയെയും ചുറ്റിപ്പറ്റി നിൽക്കുന്നതായിട്ടുള്ള ചർച്ചകളാണ് പാർട്ടിയുടെ സമ്മേളനങ്ങളിൽ നടക്കുന്നതെങ്കിൽ എന്താണ് ആ പാർട്ടിക്ക് സംഭവിച്ചിരിക്കുന്നത്? അത് തിരിച്ചറിയാതെ ഇരുന്ന് പിണറായി വിജയൻ എന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യങ്ങൾ? റൈറ്റ്. ശ്രീ N. മാധവൻകുട്ടി, ഇന്ന് പിണറായി വിജയൻ്റെ മറുപടി പ്രസംഗത്തിൽ ശ്രദ്ധിച്ച ഒരു ഭാഗം, അദ്ദേഹം തൊഴിലാളി സമരങ്ങളെ പരാമർശിക്കുമ്പോൾ നിഷേധാത്മകമാകരുത് സമരങ്ങൾ, തൊഴിൽ വേണം എന്നുള്ള കാര്യം മറക്കരുത് തൊഴിലാളി സമരം നടത്തുമ്പോൾ എന്നുകൂടി കയർ മേഖലയെ സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി. പുതിയ കാലം, പുതിയ കാലത്തിൻ്റെ രാഷ്ട്രീയം, പുതിയ തൊഴിൽ സംസ്കാരം, പുതിയ ചൂഷണം, ഇവയൊക്കെ എങ്ങനെ അഭിസംബോധന ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇനിയുള്ള കാലത്ത് രാഷ്ട്രീയമായി നിലനിൽക്കണമെങ്കിൽ പുതിയ രാഷ്ട്രീയം, നവരാഷ്ട്രീയം അതിൻ്റെ ശക്തി, അതിൻ്റെ സൂചനകൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. അപ്പോഴാണ് ഈ വ്യക്തിപരമായ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അധികാര തർക്കങ്ങളിൽ കുടുങ്ങിപ്പോകുന്നത്. അതിനൊക്കെ അതിജീവിക്കാൻ സാധിക്കുമോ CPIMന്?
അതിജീവിക്കാൻ സാധിക്കണം. അതാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഇപ്പോഴും മമത പുലർത്തുന്ന കേരളത്തിലെ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളും പാർട്ടിയെ സ്നേഹിക്കുന്നവരും ആഗ്രഹിക്കുന്നത്. ആലപ്പുഴയെ പോലെയുള്ള വിഭാഗീയത എന്ന് പറയാൻ കഴിയുകയില്ല. വ്യക്തിപരമായ ആത്മനിഷ്ഠമായ ചെറ്റത്തരങ്ങൾ മറികടക്കാനായിട്ട് ഈ പാർട്ടി സമ്മേളനം, ഈ സഖാവ് പിണറായി പറഞ്ഞത് ഒരു കാര്യം കൂടി, താങ്കൾ ആ പുതിയ നവചിന്തയുടെ കാര്യം സംസാരിച്ചു. അതിനോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ ഊന്നിക്കൊണ്ട് RSSൻ്റെ വളർച്ചയും RSS അധികാരത്തിലെത്തിയതിന് ശേഷമുള്ള പാർട്ടി സമ്മേളനങ്ങളാണ്. കേരളത്തിൽ ആലപ്പുഴയിൽ അടക്കം സാധാരണ മതനിരപേക്ഷ പ്രവർത്തകർക്ക് പോലീസ് സ്റ്റേഷനുകളിൽ പോലും RSSൻ്റെ അധികാര സ്വാധീനം അനുഭവിക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് പിണറായിയുടെ പ്രസംഗത്തിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണെങ്കിൽ ഫാസിസത്തിനെതിരായിട്ടുള്ള ഒരു ജാഗ്രതയെ അദ്ദേഹം ഊന്നിയത്. അതാണ് രാഷ്ട്രീയം. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം ഇല്ലെന്നൊക്കെ പിയേഴ്സണൊക്കെ പറയുമ്പോൾ ഇതെന്താണ്? ഫാസിസത്തിനെതിരായിട്ടുള്ള ഒരു നിലപാടെടുക്കാൻ സഖാക്കളെ പ്രേരിപ്പിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറിക്ക് രാഷ്ട്രീയമില്ലെന്ന് എന്ത് വാചകമടിയാണ് പിയേഴ്സൺ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇന്ത്യയിലാകെ ഇതുവരെ കോൺഗ്രസിൻ്റെ ഒരു തകർച്ചയ്ക്ക് ശേഷം അതിന് RSSനെ നേരിടാൻ കഴിയുകയില്ല എന്ന് അനുദിനം ബോധ്യമായിക്കൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി അല്ലേ ജനങ്ങളുടെ ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഒരു ആശാകേന്ദ്രമായി നിൽക്കുന്നത്? അതിനകത്തുയർന്നൊരു പാർട്ടിയായി മാറണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ വർഷങ്ങളായി താങ്കൾ ഈ പാർട്ടിയെ പുലഭ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയും ജീർണതയെന്ന് ആരോപിക്കുകയും ഇതിപ്പോൾ ഞാൻ പിണറായിയെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പിണറായി വ്യക്തി ഒരു സ്തുതിയുമില്ല. അദ്ദേഹം ഈ പാർട്ടിയെ സംഘടനാപരമായി ആശയപരമായും നിലനിർത്തി എന്നുള്ളതിൻ്റെ ഒറ്റ കാര്യം കൊണ്ട് തന്നെ സഖാവ് പിണറായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചരിത്രത്തിൽ നിലനിൽക്കും. ഒരു കാര്യം കൂടി, സഖാവ് പിണറായി കൂടി ആത്മവിമർശനം നടത്തുന്ന ഒരു സമ്മേളനമായിരിക്കും ഇത്. കാരണം ഇത് സഖാവ് കൃഷ്ണപിള്ള പറഞ്ഞതുപോലെ വിമർശനമുണ്ട്, സ്വയം വിമർശനമില്ല എന്നൊരു പാർട്ടിയായി മാറരുത്. ആലപ്പുഴ സമ്മേളനത്തിൽ നിങ്ങളുടെ റിപ്പോർട്ടർമാരെ ദയവായി നേതാക്കന്മാർ നടത്തുന്ന സ്വയം വിമർശനത്തിൻ്റെ റിപ്പോർട്ടുകൾ കൂടി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റിയുള്ള യഥാർത്ഥ ചിത്രം ജനങ്ങൾക്ക് കിട്ടും. അതിനെപ്പറ്റി ടിപ്പണി വർഷങ്ങളായി പാർട്ടിയെ ശപിച്ചുകൊണ്ടിരിക്കുന്നവരുടെ സ്വരമല്ല ഇതിൻ്റെ അനാലിസിസിൽ, ഇതിൻ്റെ വിശകലനത്തിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ടതെന്നും ഞാനൊരു മാധ്യമ പ്രവർത്തനം എന്ന നിലയ്ക്ക് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. തുടരുക ദയവായി. ശ്രീ KM ഷാജഹാൻ, BJPയുടെ വളർച്ച പിണറായി വിജയൻ ആദ്യ ജില്ലാ സമ്മേളനത്തിൻ്റെ മറുപടി പ്രസംഗത്തിൽ ഊന്നി പറയുന്നുണ്ട്. അത് രാഷ്ട്രീയമായ വളർച്ചയാണ്. സാമുദായിക സംഘടനകൾ വലിയ തോതിൽ അനുകൂലമായ സമീപനം സ്വീകരിക്കുന്നതും സഖാക്കൾ അതിൻ്റെ ഗൗരവതരമായ അവസ്ഥയെക്കുറിച്ച് ബോധവാന്മാരാകേണ്ടതിനെക്കുറിച്ചും പിണറായി വിജയൻ പറയുന്നുണ്ട്. അത്തരത്തിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ഒരുപക്ഷെ കാൽക്കീഴിലെ മണ്ണ് ഒലിച്ചു പോയേക്കാവുന്ന ഒരവസ്ഥ, ഇതൊക്കെ CPIM മുൻകൂട്ടി കണ്ട് അല്ലെങ്കിൽ ഈ സമ്മേളന കാലയളവിൽ അത് വിലയിരുത്തി അതിൻ്റെ പരിഹാരം തേടാൻ ശ്രമിക്കുമെന്ന് കരുതുന്നുണ്ടോ താങ്കൾ? ഇതിൽ ഇപ്പോൾ ഞാൻ ഒരു ചെറിയൊരു കാര്യം പറഞ്ഞിട്ടൊന്ന് പോയിക്കോട്ടെ. പാർട്ടിയെ വളരെ ആവേശോജ്വലമായി നയിക്കുന്ന പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന 15 വർഷക്കാലത്തിനിടയിൽ 8 തവണ ഈ CPMന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തോറ്റു തുന്നമ്പാടി മണ്ണ് കപ്പി എന്നുള്ളതും കൂടി കണ്ടോണേ. ഞാൻ അതിനകത്തേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല. ഇവിടെ പിയേഴ്സൺ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഉന്നയിച്ചു. അതിനെയൊക്കെ എത്ര പുച്ഛത്തോടും അവജ്ഞതയോടും സഹിഷ്ണുതയില്ലായ്മയോടും കൂടിയാണ് ഈ മാധ്യമ പ്രവർത്തകൻ എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഇവര് കാണുന്നത് എന്നുള്ളതാണ് ഈ പാർട്ടിയുടെ ജീർണതയുടെ ഏറ്റവും വലിയ ലക്ഷണം. ഞാൻ BJPയിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഒരു ചെറിയ കാര്യം സൂചിപ്പിച്ചോട്ടെ. ഇവിടെ പിയേഴ്സൺ പറഞ്ഞു പരിസ്ഥിതി പ്രശ്നത്തിൽ എന്താ മാധവൻകുട്ടിയുടെ പാർട്ടിയുടെ നിലപാട്? മാഫിയകളുടെ കൂടെ നിൽക്കുന്നു. ഇവിടെ നിൽപ്പ് സമരം ഉണ്ടായിരുന്നു ആദിവാസികളുടെ 100-200ഓളം ദിവസം. ഒരു ദിവസം അതിനൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇവിടെ നവലിബറലിസത്തിനെതിരെ എന്ത് വാചാടവുമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്? പിന്നെ മദ്യവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ മദ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ എന്താണ് ഈ CPMന്റെ നിലപാട്? ഈ CPM ഒരു സ്ഥലത്തുമില്ല. BJPയുടെ കാര്യം നിങ്ങൾ ചോദിച്ചത് വളരെ പ്രസക്തമാണ്. ഞാൻ കുറെ കാലമായി BJP CPMലേക്ക് കടന്നു കയറുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം എന്നെ പുച്ഛിക്കുകയും ഇങ്ങനെ ശാപവാക്കുകൾ എന്നൊക്കെ പറഞ്ഞ് തീർത്തും കണ്ണടച്ച് ഇരുട്ടാക്കാനും ഒക്കെയാണ് ഇതുപോലുള്ള ഈ മാധവൻകുട്ടിയുള്ള ആളുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. BJPക്കെതിരെ 2 വർത്താനം പറഞ്ഞുകൊണ്ടൊന്നും എത്താൻ പോകുന്നില്ല. ഈ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസവും കണ്ടതാണ്. എരുത്താവൂർ ചന്ദ്രൻ എന്ന് പറഞ്ഞ് ഈ CPMൽ 10-25 വർഷക്കാലമായി പ്രവർത്തിക്കുന്ന ഒരു നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. CPMൽ നിന്നാണ് BJPയിലേക്ക് പോകുന്നത്, കോൺഗ്രസിൽ നിന്നല്ല.
കാരണം കോൺഗ്രസും ബി ജെ പിയും നമുക്കറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് കൊടുക്കുകയും മേടിക്കുകയും ചെയ്യുന്നവരാണ്. പക്ഷേ പിണറായി വിജയൻ്റെ പാർട്ടി, അതായത് മാധവൻകുട്ടിയുടെ ഞാൻ പറയില്ല, മാധവൻകുട്ടി ഇപ്പം കുറച്ച് കാലേ ആയുള്ളൂ ഇപ്പം പിണറായി വിജയനെ സ്തുതിക്കാനും പാർട്ടി നേതാവാകാനും ഒക്കെ തുടങ്ങിയിട്ട്. അതിനു മുമ്പേ മാധ്യമപ്രവർത്തകനായിരുന്നു. എന്നിട്ട് പിണറായി വിജയനെ പൂർണ്ണമായി സ്തുതിച്ചതിന് ശേഷം മാധവൻകുട്ടി സ്വയം അഭിമാനിക്കുന്നത് താനൊരു മാധ്യമപ്രവർത്തകനാണ് എന്നൊക്കെയാണ്. അതിനെക്കുറിച്ച് മാധവൻകുട്ടി എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോളൂ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ബി ജെ പിക്കാർ CPM-ന്റെ ചെലവിൽ ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുകയും അതിനെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയും ചെയ്യാൻ ഇവർക്ക് കഴിയുന്നില്ല. ഇവർക്ക് ചുമ്മാതിരുന്ന് ഇങ്ങനെ വളരെ ക്രൂരമായി ചിരിക്കാനും ആരെങ്കിലും വിമർശനം ഉന്നയിച്ചാൽ അവരെത്ര ന്യായമായിട്ടും വസ്തുനിഷ്ഠമായിട്ടുമാണ് ഉന്നയിക്കുന്നതെങ്കിലും അതിനെയൊക്കെ ശാപവാക്കുകളാണെന്നൊക്കെ പറയുകയും നേതാക്കളെ സ്തുതിക്കാനും മാത്രമേ ഇവർക്ക് കഴിയുന്നുള്ളൂ. ബി ജെ പി വളർന്നുകൊണ്ടിരിക്കുകയാണ് CPM-ന്റെ ചെലവിൽ. അത് ഇതുവരെ അവർ കാണാൻ കഴിയുന്നില്ല. അത് കാണാതെ അവർ പരിസ്ഥിതിയെക്കുറിച്ച് ചർച്ച ചെയ്യാതെ, അവർ ആദിവാസികളെ കുറിച്ച് ചർച്ച ചെയ്യാതെ, അവർ നവലിബറലിസത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാതെ, അവർ ഫാസിസത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാതെ, അവരെ യാദവകുലം തല്ലി തലകീറി ചാവുന്നത് പോലെ അവരുടെ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഇവിടെ സൃഷ്ടിച്ച നേതാവിൻ്റെ വരെ തല തല്ലി പൊട്ടിച്ച് ആർത്തുല്ലസിച്ച് അട്ടഹസിച്ച് അവരിപ്പോഴും മുന്നോട്ട് നീങ്ങുകയാണ്. അവർ ജനങ്ങളുടെ മുമ്പിൽ മാടമ്പികളെ പോലെ പെരുമാറുന്നുവെന്ന് അവിടെ തന്നെയാണ് വിമർശനം ഉയരുന്നത്. വിമർശനങ്ങൾ മാത്രമേ ഉള്ളൂ, ഒരു സഹിഷ്ണുതയുമില്ല, ഒരു തെറ്റ് തിരുത്തലുമില്ല. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ 8 പ്രാവശ്യം തോറ്റു, 9ാമത്തെ പ്രാവശ്യം തോൽക്കാനുള്ള തയ്യാറെടുപ്പാണ് ഈ പിണറായി വിജയന്റെ പാർട്ടി. മാധവൻകുട്ടി മാധ്യമപ്രവർത്തനാണല്ലോ, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നത്. പിണറായി വിജയന്റെ പാർട്ടി 9ാമത് തോക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് മാത്രമേ എനിക്കിവിടെ സൂചിപ്പിക്കൂ. തുടരുക താങ്കൾ. ശ്രീ NM പിയേഴ്സൺ, പശ്ചിമ ബംഗാളിൽ CPIM-ന്റെ ഓഫീസുകൾ ഒരു സുപ്രഭാതത്തിൽ BJP-യുടെ ഓഫീസുകളായി പരിണമിക്കുന്ന കാഴ്ച പോലുമുണ്ട്. അവിടെ സംഘടനാപരമായി വലിയ തകർച്ച നേരിട്ടു. BJP അവിടെ രാഷ്ട്രീയ അധികാരം നേടാൻ മമതാ ബാനർജിയുടെ പാർട്ടിയുമായി മത്സരിക്കുന്ന അവസ്ഥയിലേക്കും CPIM 3ാം സ്ഥാനത്തേക്കും പോകുന്ന അവസ്ഥ കണ്ടു. പക്ഷേ കേരളത്തിൽ പാർട്ടി സംഘടനാപരമായി ശക്തമാണ്. സംഘടനാപരമായി അങ്ങനെ ഒരു വെല്ലുവിളി നേരിട്ടേക്കാൻ സാധ്യതയില്ലെങ്കിൽ കൂടി വലിയ തോതിൽ അനുഭാവികൾ അല്ലെങ്കിൽ പാർട്ടിക്ക് വോട്ട് ചെയ്യുമായിരുന്ന ജനവിഭാഗം BJP-യെ സ്വീകരിച്ചു തുടങ്ങിയ ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിൻ്റെ പ്രധാനമായ ഉദാഹരണമാണ്. 4 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP-ക്ക് ലീഡ് കിട്ടുകയും ചെയ്തു. BJP കേരളത്തെ ലക്ഷ്യം വെക്കുന്ന ഈ രാഷ്ട്രീയ കാലാവസ്ഥയെ അതിജീവിക്കുക എന്നുള്ളതായിരിക്കും കേരളത്തിലെ CPIM-ന്റെ വരും വർഷങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. ആ വെല്ലുവിളി നേരിടാനുള്ള ഒരുക്കമായിരിക്കും ഈ സമ്മേളനത്തിൽ. ആദ്യ ജില്ലാ സമ്മേളനം തുടങ്ങിക്കഴിഞ്ഞു. ഈ സമ്മേളന കാലയളവിൽ ഉണ്ടാകുക ആ ഒരു സ്ട്രാറ്റജി ആയിരിക്കും ഉരുത്തിരിഞ്ഞു വരിക എന്ന് താങ്കൾ കരുതുന്നുണ്ട്? അല്ല, ഇതിൻ്റെ വളരെ ഗൗരവമുള്ളൊരു കാര്യം. ഇപ്പോൾ ഷാജഹാൻ പറഞ്ഞ കാര്യങ്ങളെന്ന് പറയുന്നത് അദ്ദേഹം വളരെ വൈകാരികമായിട്ട് പറയുന്നു, ഞാനും ചിലപ്പോൾ വൈകാരികമായിട്ട് പറയുന്നു, ഞങ്ങളൊക്കെ പറയുന്നത് പാർട്ടിയെ ശപിക്കുന്നതായിട്ട് മാധവൻകുട്ടിയെപ്പോലുള്ള ആളുകൾ വിലയിരുത്തുന്നു. പക്ഷേ ഞങ്ങളൊക്കെ പറയുന്ന കാര്യങ്ങൾക്ക് അകത്തുള്ള പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് പരിശോധിക്കുകയും അത് തിരുത്തുകയും ചെയ്യുക എന്നുള്ളത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഒരു രാജ്യത്ത് നിലനിൽക്കണമെങ്കിൽ ആ രാജ്യത്ത് നിലനിൽക്കുന്നതായിട്ടുള്ള അസമത്വത്തിനെതിരായിട്ട് ഒരു വലിയ തരത്തിലുള്ള ജനകീയ ചിന്ത വളർന്നു വരേണ്ടത് ആവശ്യമാണ്. അങ്ങനെ അസമത്വത്തിനെതിരെ ജനകീയ ചിന്ത വളർന്നു വരണം എന്നുണ്ടെങ്കിൽ അതിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള എല്ലാ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തനത്തിൻ്റെ ഊർജം എന്ന് പറയുന്നത് ധാർമ്മികതയിലൂന്നി നിൽക്കുന്നതായിരിക്കണം. ധാർമ്മികത എന്ന് പറയുന്നത് ഇരട്ടത്താപ്പില്ലാത്ത സത്യസന്ധമായി ജനങ്ങളോട് സംവദിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാവണം. എപ്പോഴൊക്കെയാണോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഇരട്ടത്താപ്പ് വന്നിട്ടുള്ളത് ആ സമയത്തൊക്കെ തന്നെ ജനങ്ങൾ ആ പാർട്ടിയെ ഉപേക്ഷിക്കാൻ എല്ലായിടത്തും തയ്യാറായിട്ടുണ്ട്. ലോക ചരിത്രം അത് തന്നെയാണ് നമ്മളെ കാണിച്ചു തരുന്നത്. ഇത് തിരിച്ചറിഞ്ഞ് ഞങ്ങൾ, അതായത് ഇപ്പോൾ നിലനിൽക്കുന്നതായിട്ടുള്ള പിണറായി അടക്കമുള്ളതായിട്ടുള്ള നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാലം വരെ മാത്രം അധികാരം മതി, അത് അവരുടെ കാലം വരെ മാത്രം പാർട്ടി മതി, അതിനുശേഷം പ്രളയം എന്ന് ചിന്തിച്ചവർ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് മാത്രമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇത്തരം പ്രശ്നങ്ങളെല്ലാം വളരെ വിമർശനാത്മകമായിട്ടുള്ള രീതിയിൽ ഉയർന്നു വരുമ്പോൾ അതിനെയൊക്കെ തല്ലി ഓടിക്കാനും അങ്ങനെ വിമർശിക്കുന്ന ആളുകളെ ആക്ഷേപിക്കാനും പരിഹസിക്കാനും മാത്രം തയ്യാറാവുകയും വിമർശനപരമായ കാര്യങ്ങളെ സ്വീകരിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് പാർട്ടി മാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതാണ് മാറേണ്ടത്. അത് മാറുകയും പുതുതായിട്ട് വരുന്നതായിട്ടുള്ള ചെറുപ്പക്കാരെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം പഠിപ്പിക്കുകയും അവർക്കങ്ങനെ രാഷ്ട്രീയം പഠിപ്പിക്കാനായിട്ട് കഴിയണമെങ്കിൽ എന്ത് വേണം? ഈ നേതാക്കൾക്ക് രാഷ്ട്രീയം വേണം, ഈ നേതാക്കൾക്ക് കമ്മ്യൂണിസ്റ്റ് ധാർമ്മികത വേണം. അതവർക്കില്ലെങ്കിൽ എങ്ങനെയാണ് അവർക്ക് വരുന്ന ചെറുപ്പക്കാരെ അതിനനുസരിച്ച് വഴി നടത്താനായിട്ട് കഴിയുക? സംഘടനാപരമായിട്ട് ഇപ്പം നിലനിൽക്കുന്നതായിട്ടുള്ള കെട്ടുറപ്പ് പോലും എനിക്ക് തോന്നുന്നു ഈ സമ്മേളനം കഴിയുന്നതോടുകൂടി വേണമെങ്കിൽ തയ്യാറാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് CPM-നകത്ത്
ആർക്കാണ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ഉള്ളതെന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ആലപ്പുഴയിൽ ഇങ്ങനെ സംഭവിക്കുന്നത്? ആലപ്പുഴയിൽ നിലനിൽക്കുന്നതായിട്ടുള്ള സെക്രട്ടറിക്കെതിരെ വലിയ വിമർശനം വരുന്നത് എന്താണ് കാര്യശേഷി ഇല്ലാത്തതായിട്ടുള്ള നേതാവ് എന്നാണ്. പിണറായി വിജയൻ പോലും സൂചിപ്പിച്ചത് പതറിപ്പോകുന്നതായിട്ടുള്ള സെക്രട്ടറി എന്നാണ്. പതറിപ്പോകുന്ന സെക്രട്ടറിമാർ അവരെ കൊണ്ട് ഒരിക്കൽ പോലും ഈ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. അതിൻ്റെ സംഘടനാ തകർച്ച എന്ന് പറയുന്നത് പതറിപ്പോകുന്ന സെക്രട്ടറിമാരിൽ നിന്നായിരിക്കും ആരംഭിക്കാനായിട്ട് പോകുന്നത്. അതാണ് എനിക്ക് തോന്നുന്നത് ഇനി വരാൻ പോകുന്ന കാലത്തെ ഏറ്റവും ഗൗരവമായിട്ടുള്ള പ്രശ്നം വരാൻ പോകുന്നത്. റൈറ്റ്. ശ്രീ എൻ മാധവൻകുട്ടി, സഹിഷ്ണുതയോടെ ഈ വിമർശനങ്ങളെ ഉൾക്കൊണ്ടില്ലെങ്കിൽ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തെ നേരിടാൻ കഴിയാതെ പുതിയ കാലത്തിൻ്റെ രാഷ്ട്രീയ സ്പന്ദനങ്ങളെ ഉൾക്കൊള്ളാനാകാതെ തകർന്നു വീഴും. ആ തകർച്ച സംഘടനാപരമായിരിക്കും എന്നുകൂടിയാണ് വിമർശിക്കുന്ന ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഞാനൊരു ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത് അത് സംസാര വിഷയമാകാനല്ല. ഞാൻ വന്നിരിക്കുന്നത് സംസാര വിഷയമാകുന്നത് തന്നെ ഈ ചർച്ചയിൽ എത്ര ലാഘവ ബുദ്ധിയോടുകൂടിയാണ് എൻ്റെ കൂടെ ഇരിക്കുന്ന സുഹൃത്തുക്കൾ എടുക്കുന്നതെന്നാണ്. എൻ മാധവൻകുട്ടി എന്തെങ്കിലും അതിന് മറുപടി പറയലല്ലോ. ഞാൻ മാധ്യമപ്രവർത്തകനാണ്. ഞാൻ CPM അനുഭാവിയായ മാധ്യമപ്രവർത്തകനാണ്. അതിനെപ്പറ്റി വീണ്ടും വീണ്ടും ആവർത്തിപ്പിക്കേണ്ട കാര്യമില്ല. ഞാൻ ദേശാഭിമാനി എന്ന പത്രത്തിൻ്റെ ഒരു ഉപദേശക സ്ഥാനത്ത് പ്രവർത്തിക്കുന്നയാളാണ്. ഞാൻ ഇന്ന് വരുന്നത് പാനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് DYFIയുടെ മതനിരപേക്ഷ ഒരു ഫെസ്റ്റിവലിൽ ഉദ്ഘാടനം ചെയ്തിട്ടാണ് അപ്പോൾ അതുകൊണ്ട് അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് എന്നെ ഒരു വ്യക്തിയെ നിങ്ങൾ ചർച്ചയ്ക്ക് കൊണ്ടുവരണ്ട. ഞാൻ പാർട്ടി അംഗവുമല്ല, എന്നാൽ പാർട്ടി അതിജീവിക്കണമെന്ന് വിശ്വസിക്കുന്നയാളാണ്. പാർട്ടിയുടെ ബന്ധുക്കളുടെ ഉപദേശം കേൾക്കാൻ പാർട്ടിക്ക് തീർച്ചയായും ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ ശ്രീ പിയേഴ്സനും ഷാജഹാൻ്റെയും പാർട്ടി നന്നാക്കാനോടുള്ള ഉപദേശങ്ങൾ സ്വീകരിക്കാൻ അവരുടെ ചരിത്രത്തിലൂടെ നടക്കുമ്പോൾ അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ വാക്കുകളും പാർട്ടിയുടെ ശത്രുക്കളെ സഹായിക്കുന്നു എന്ന് പാർട്ടി തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ ഉപദേശം സ്വീകരിക്കുവാൻ പാർട്ടി ബാധ്യസ്ഥരല്ല. പാർട്ടിയെ ഉത്തമ വിശ്വാസത്തിൽ പാർട്ടിയോടൊപ്പം നിന്നുകൊണ്ട് പാർട്ടിയുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരെ പാർട്ടി സ്വീകരിക്കുക തന്നെ ചെയ്യും. പാർട്ടിയുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന വ്യക്തി തന്നെയാണ് ഞാൻ. വളരെ നന്ദി ശ്രീ എൻ മാധവൻകുട്ടി, ശ്രീ NM പിയേഴ്സൺ, ശ്രീ KM ഷാജഹാൻ സംസാരിച്ചതിന്.